ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലൈലാസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ബോഗൺവില്ല കളക്ഷനാണ്. അപ്പോൾ ഒരുപാട് പൂക്കളൊന്നും ആയിട്ടില്ല, എങ്കിലും ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ ഒരു ബോഗൺവില്ല ചെടിയിൽ ഒരു 8 കളറ് ഗ്രാഫ്റ്റ് ചെയ്തതുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ 2 കളറേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഒരു 6 കളർ കൂടി അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കടലാസ് പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. കാരണം അത്രയും മനോഹരമായ പൂക്കളാണ് ഈ കടലാസ് പൂക്കൾ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണ് കടലാസ് പൂ പൂത്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ. ഇത് സീസണിൽ മാത്രമാണ് വിരിയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആ വിരിയുന്ന ആ ഒരു സമയത്ത് അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഏതൊരു വീട്ടിലാണെങ്കിലും ഇന്ന് കടലാസ് പൂക്കളില്ലാത്തൊരു വീട് കാണാൻ കഴിയില്ല. കാരണം നമ്മുടെ മുമ്പുണ്ടായിരുന്ന കടലാസ് പൂക്കളൊക്കെ നാടൻ ഇനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ചട്ടിയിൽ കൊമ്പ് കുത്തി പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൂൺ ചെയ്തിട്ട് വളമൊക്കെ ചെയ്ത് നിർത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിൽ തട്ടുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പൂക്കളുണ്ടാവും. അപ്പോൾ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളങ്ങളൊക്കെ ചെയ്യാൻ കുറേ വൈകിപ്പോയി. അപ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയാണ് ഇപ്പോൾ ഞാൻ വളമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒഴിച്ച് കൊടുക്കണം. നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് NPK വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ NPK വളങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ജൈവവളം കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ചാണകത്തിൻ്റെ തെളി നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതെല്ലാം പൂക്കൾ ഉണ്ടാവാനായിട്ട് മാറി മാറി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വേണം ബോഗൺവില്ല വെക്കാനായിട്ട്, എന്നാലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പ്രൂൺ ചെയ്യൽ നിർബന്ധമാണ്. മഴയ്ക്ക് മുമ്പും അതുപോലെ തന്നെ മഴ മാറിയതിന് ശേഷവും നമ്മൾ നിർബന്ധമായിട്ടും പ്രൂൺ ചെയ്യണം. അതുപോലെ ആദ്യം ഫ്ലവറായിട്ട് വരുന്ന സമയത്ത് കുറച്ച് പൂക്കളെ ഉണ്ടാവുള്ളൂ. രണ്ടാമതായിട്ടാണ് നിറയെ പൂക്കൾ ഉണ്ടാവുക. പിന്നെ മൂന്നാമത് പൂക്കൾ വരുന്ന സമയത്തേക്ക് നല്ല നിറഞ്ഞ പൂക്കളായിരിക്കും. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ രാസവളവും അതുപോലെ തന്നെ ജൈവവളവും മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ NPK വളങ്ങളും അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത്, ചാണകത്തിൻ്റെ സ്ലറി, അതുപോലെ പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട്, അങ്ങനെ ഒരുപാട് വളങ്ങൾ ഇപ്പോൾ നമുക്ക് രാസവളങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ ഈ മഴ മാറിയ ആ സമയത്ത് തന്നെ നമ്മൾ ഉണങ്ങിയ കമ്പുകളൊക്കെ വെട്ടിക്കളയുക. പിന്നെ മുരടിച്ച് നിൽക്കുന്ന കമ്പുകളൊക്കെ നമ്മൾ വെട്ടി ശരിയാക്കുക. അതുപോലെ തന്നെ പുതിയ തൂമ്പുകൾ വന്ന ആ സമയത്ത് നമ്മൾ അത് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ്.
അപ്പം നമ്മൾ NPK വളങ്ങൾ കൊടുക്കുമ്പം അതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയതാണ്. 18 അതേപോലെ 19 ഇതൊക്കെ നമുക്ക് ചെടികൾക്ക് പൂക്കളുണ്ടാവാൻ കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ കൂടുതൽ കഴിയുന്നതും അളവ് കുറച്ച് കൊടുക്കുക. ചെറിയ ചെടികൾക്ക് അത്രയും അളവ് കുറച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ വലിയ ചെടികൾക്ക് മാത്രമാണ് നമ്മൾ കൂടുതൽ കൊടുക്കുള്ളൂ. എങ്കിലും നമ്മൾ എത്രത്തോളം അളവ് കുറക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. രാസവളം എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ഗ്രാമൊക്കെ വലിയ ചെടിക്ക് എടുത്താൽ മതി. എത്രത്തോളം അളവ് കുറയുന്ന അത്രയും നല്ലതാണ്. അളവ് ഒരിക്കലും കൂട്ടിയെടുക്കരുത്. അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് ദോഷമായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാസവളം ഉപയോഗിച്ചിട്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജൈവവളം നിർബന്ധമായിട്ടും ജൈവവളം ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നമ്മൾ രാസവളം തന്നെയാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി കൂടുകയും അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോകാനൊക്കെ സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറി മാറി രണ്ടും യൂസ് ചെയ്യുക. നമുക്ക് രാസവളങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ജൈവവളങ്ങൾ കൊടുത്താലും നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ജൈവവളങ്ങൾ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കാനും വാങ്ങിക്കാനും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ജൈവവളമായിരിക്കും നന്നാവുക. രാസവളങ്ങളാകുമ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടും നല്ല ചൂടാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൂക്കൾ കൂടുതലുണ്ടാവും. എങ്കിലും ചിലപ്പം അളവ് കൂടിക്കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോവുക, അതുപോലെ തന്നെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക. ഒരുപാട് പൂക്കൾ പെട്ടെന്ന് ഉണ്ടായിട്ട് അത് കൊഴിഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് ജൈവവളങ്ങൾ കൊടുത്തിട്ട് ഒരുപാട് കാലം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതല്ലേ നന്നാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചില്ലി റെഡ്, ഫെയർ ഓപ്പൾ, അതേപോലെ തന്നെ ചില്ലി യെല്ലോ, റൂബി റെഡ്, അതുപോലെ തന്നെ ബ്രിസ റെഡ്, സ്പാഷ് ബെല്ല്, ഗോൾഡൻ സൺഷൈൻ, അങ്ങനെ ഒരുപാട് ഇനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ട്. ഒരുപാട് ഇനങ്ങൾ ഇനി നമ്മൾ കാണാത്തത് ഒരുപാട് ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബോഗൺവില്ലകൾ മുമ്പൊന്നും ഇത്ര അധികം കളറുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നാടൻ ഇനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങളായിട്ട് ഒരുപാട് ഇനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് വില ഉള്ള ചെടികൾ കൂടിയായി മാറി ഇപ്പോൾ ബോഗൺവില്ല ചെടികൾ. അതുപോലെ നമുക്ക് വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, ആ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് ചാരം ഇടുക. അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി, പച്ചക്കറി തൊലി, അങ്ങനെയുള്ളതൊക്കെ, ഉള്ളി തൊലി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതിലിട്ടിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുളിപ്പിക്കുന്ന സമയത്ത് തന്നെ ദുർഗന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ ഇത്തിരി ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അതിന് നമുക്ക് 1 ലിറ്ററിൽ ഒരു 3 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നമ്മൾക്കത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം ഒരുപാട് നേർപ്പിക്കാതെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് നല്ല നേർപ്പിച്ചിട്ട് മാത്രമാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഈ നമ്മൾ രാസവളങ്ങൾ മാറി മാറി കൊടുക്കുക. പിന്നെ ചാണകത്തൊലി ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അതുപോലെ ഗോമൂത്രം ഉണ്ടെങ്കിൽ അത് നേർപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് രാസവളങ്ങളും കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ ബയോഗ്യാസ് സ്ലറിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മണ്ണിരൻ്റെ വെർമി വാഷ്, അതേപോലെ ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, ഇങ്ങനെ ഏതാണ് നമ്മളെ കയ്യിലുള്ളത് അത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഫിഷ് അമിനോ ആസിഡൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇതിലേതെങ്കിലും നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ ഒന്നിച്ച് കൊടുക്കരുത്. ഇടവേളകൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറി മാറി കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ പഴത്തൊലി, പച്ചക്കറി വേസ്റ്റ്, ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത് നമുക്ക് 3-4 ദിവസമൊക്കെ ഇരുന്നിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. പ്രധാനമായിട്ടും വേണ്ടത് സൺലൈറ്റാണ്. അത് എത്രത്തോളം കുറയുന്നുവോ അത്രയും പൂക്കളും കുറയും. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വേണം നമുക്ക് ഈ ചെടികൾ വെക്കാനായിട്ട്. ഇത് നമ്മൾ വർഷക്കാലത്താണ് കൊമ്പ് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത്. വേനൽക്കാലത്ത് കൊമ്പ് പിടിച്ച് കിട്ടാൻ ഒരുപാട് പാടാണ്. പക്ഷേ വർഷക്കാലങ്ങളിലാണ് നമുക്ക് കമ്പ് പിടിപ്പിക്കാൻ നല്ല എളുപ്പമുള്ളത്.
ഒരു ജൂലൈ മാസത്തോടൊക്കെ കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ കമ്പ് ശേഖരിച്ചിട്ട് അത് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും. അതിന് കൂടുതലും മണലുള്ള പിന്നെ മിശ്രിതമാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഒരുപാട് ഉറച്ച മണ്ണിൽ വേര് പിടിച്ച് കിട്ടാൻ അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ മണൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് വളരും. പക്ഷേ കമ്പ് നമ്മൾ കുത്തി കഴിഞ്ഞാൽ അത് ഇളകരുത്. ഇളകിക്കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിൽ നമ്മളൊരു ജൂലൈ മാസത്തോട് കൂടിയിട്ട് കമ്പുകൾ കുത്തി പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു നവംബർ ഡിസംബറൊക്കെ ആവുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനൊക്കെ പൂക്കളുണ്ടാവും. അതായത് മഴ നിന്ന് നല്ല വെയിൽ വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ആ കമ്പിൽ പുതിയ പൂക്കൾ വരും. ഹൈബ്രിഡ് ഇനം ചെടികളിൽ പെട്ടെന്ന് പൂക്കളുണ്ടാവും. അപ്പോൾ നേരത്തെ തന്നെ തുടങ്ങും. നവംബർ ഡിസംബർ ഒന്നും ആവണതിൻ്റെ മുമ്പ് ഒരു ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആവണ ടൈം വെച്ചിട്ട് നമ്മൾ ഹൈബ്രിഡ് ബോഗൺവില്ലയിലൊക്കെ പൂക്കൾ ഉണ്ടായി തുടങ്ങും. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനം ബോഗൺവില്ലേൻ്റെ കമ്പ് പിടിച്ച് കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ ഹൈബ്രിഡിൻ്റെ കമ്പ് കുത്തുകയാണെങ്കിൽ അത് ചില ഇനങ്ങളൊന്നും പിടിക്കുന്നതായിട്ട് കാണുന്നില്ല. ചിലത് മാത്രമാണ് പിടിച്ച് കിട്ടുള്ളൂ. നമ്മളെ നാടൻ ഇനങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ച് പൂക്കളൊക്കെ ആയി വരും. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ചെടിയാണ്. ഇതിലാണ് ഞാൻ റെഡ് കളറ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പോൾ പൂക്കളുണ്ട്. 1-2 ചെടിയിൽ പൂക്കളായി വരുന്നേ ഉള്ളൂ, ഒരുപാട് ആയിട്ടില്ല. ഇതിലെല്ലാ ചെടിയിലും നന്നായിട്ട് അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കിനൊക്കെ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളൂ. ഗ്രാഫ്റ്റിങ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചെടിയിലും ഒരുപാട് കളറ് നമുക്കിതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് 1-2 കളറുകൾ മാത്രം ആദ്യം ഗ്രാഫ്റ്റ് ചെയ്യുക. അതിന് ശേഷം അത് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യുക. അപ്പോൾ അത് വിജയിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നെ ഓരോ കമ്പിലും ചെയ്യാനുള്ളതുള്ളൂ. ഇതിപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിരുന്ന ഒരു ചെടിയിൽ ഒരു കളർ മാത്രമാണ് ചെയ്തിരുന്നത്. അതിൻ്റെ കമ്പ് കൂടെ വെട്ടിയിട്ട് അതിലാണ് വേറെ ഞാൻ ഒരു 5 പ്ലാന്റ് അതിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന തന്നെയാണ്. സിമ്പിളാണ് കാര്യങ്ങൾ, പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ ചില ഇനം ബോഗൺവില്ലയിൽ വിത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ബോഗൺവില്ലേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ വിത്ത്. അപ്പോൾ അത് നമുക്ക് കിളിർപ്പിച്ചിട്ട് തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ അത് വേറൊരു കളറായിട്ട് തന്നെ മാറുന്നുണ്ട്. നല്ല കരുത്തുള്ള തൈകളുമാണ് കിട്ടുന്നത്. അത് എല്ലാ പൂക്കളിലും ആ വിത്ത് ഇല്ല. അത് ചില ഇനങ്ങളിൽ മാത്രമാണ് വിത്ത് കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയണ ഒരുപാട് പേരുണ്ട്, പക്ഷേ പുതിയ ആൾക്കാർ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് ബോഗൺവില്ലേൻ്റെ സംശയങ്ങളൊക്കെ. ബോഗൺവില്ല എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവാൻ, അതുപോലെ തന്നെ എന്താ ചെയ്യുക, ഏത് സമയത്താണ് അത് കമ്പ് പിടിപ്പിക്കുക, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബൈ.